എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം. ജ്യോതിഷം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ബാലപാഠങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഗ്രഹേശ്വരന്മാരെയും എനിക്ക് ജ്ഞാനം പകർന്നു തന്ന എല്ലാ ഗുരുക്കന്മാരെയും സാദരം വന്ദിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ വീഡിയോ ആരംഭിക്കാം. ജ്യോതിഷം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെയാണ്. ജ്യോതിഷം എന്ന വാക്ക് ഉണ്ടായത് ജ്യോതിസ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. ജ്യോതിസ് എന്നാൽ നക്ഷത്രം എന്നാണ് അർത്ഥം. ജ്യോതി എന്നാൽ പ്രകാശം എന്നും അർത്ഥമുണ്ട്. നക്ഷത്രങ്ങൾക്ക് പ്രകാശമുള്ളതിനാൽ അവ ജ്യോതിസ് എന്നറിയപ്പെടുന്നു. അതിനാൽ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ജ്യോതിഷം. മറ്റൊരർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ ശാസ്ത്രം എന്നും വിശേഷിപ്പിക്കാം. രാശിചക്രം. ജ്യോതിഷത്തിൽ ഭൂമിയാണ് കേന്ദ്രം. ഭൂമിക്ക് ചുറ്റുമായി മുകളിലൂടെ പ്രദക്ഷിണ ദിശയിൽ സൂര്യൻ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രഹങ്ങൾ സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകൃതിയിൽ ഉള്ള ത്രിമാന പാതയെ രാശിചക്രം എന്ന് വിളിക്കാം. 360 ഡിഗ്രി ഉള്ള ഈ രാശിചക്രത്തെ 30 ഡിഗ്രി വീതമുള്ള 12 രാശികളായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഈ രാശികളുടെ പേരുകൾ യഥാക്രമം മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെയാണ്. ഇംഗ്ലീഷിൽ ഇവയുടെ പേരുകൾ യഥാക്രമം ഏരീസ്, ടോറസ്, ജെമിനി, ക്യാൻസർ, ലിയോ, വിർഗോ, ലിബ്ര, സ്കോർപിയോ, സെജിറ്റേറിയസ്, കാപ്രിക്കോൺ, അക്വേറിയസ്, പൈസീസ് എന്നിങ്ങനെയാണ്. ഒരു ജ്യോതിഷ വിദ്യാർത്ഥി എപ്പോഴും രാശികളുടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള പേരുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾക്ക് പലപ്പോഴും ഒരു ഭാഷയിൽ മാത്രം എല്ലാ സോഴ്സുകളും കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മറ്റു ഭാഷകളിലെ പുസ്തകങ്ങളും വായിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പേരുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. രാശികളുടെ പേര് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ എന്ന് നമ്മൾ ജ്യോതിഷത്തിൽ പറയും. 9 എണ്ണമാണ് ഉള്ളത്. അവയെ 3 പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നു. പ്രകാശഗ്രഹങ്ങൾ, താരാഗ്രഹങ്ങൾ, ഛായാഗ്രഹങ്ങൾ. പ്രകാശഗ്രഹങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും ആണ്. നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തീവ്രമായിട്ടുള്ള പ്രകാശം ഉള്ള 2 വസ്തുക്കളാണ് ഇവ രണ്ടും. വ്യക്തമായിട്ട്, വളരെ അധികം വ്യക്തമായിട്ട് മറ്റ് ഗ്രഹങ്ങളെക്കാൾ നന്നായിട്ട് കാണുവാനും സാധിക്കും. അതിനുശേഷമുള്ള താരാഗ്രഹങ്ങൾ, പഞ്ചതാരാഗ്രഹങ്ങൾ എന്ന് പറയും. 5 ഗ്രഹങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത്. യഥാക്രമം കുജൻ അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ, ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശുക്രൻ, ശനി. ഈ 5 ഗ്രഹങ്ങളെ പഞ്ചതാരാഗ്രഹങ്ങൾ എന്നും പറയാറുണ്ട്. അതിനുശേഷമുള്ള 2 ഗ്രഹങ്ങൾ ഛായാഗ്രഹങ്ങൾ എന്ന് പറയും. അവ രാഹു, കേതു. ഇങ്ങനെ 2 പ്രകാശഗ്രഹങ്ങൾ, 5 താരാഗ്രഹങ്ങൾ, 2 ഛായാഗ്രഹങ്ങൾ എല്ലാം ചേർന്ന് 9 ഗ്രഹങ്ങളാണ് ജ്യോതിഷത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഇവയുടെ ഓരോ ഗ്രഹത്തിൻ്റെയും പേരുകൾ നമ്മൾ ഇംഗ്ലീഷിലും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. സൂര്യൻ, സൺ, ചന്ദ്രൻ, മൂൺ, കുജൻ, മാർസ്, ബുധൻ, മെർക്കുറി, ഗുരു,
ജൂപ്പിറ്റർ, ശുക്രൻ, വീനസ്, ശനി, സാറ്റേൺ, രാഹു, നോർത്ത് നോഡ്, കേതു, സൗത്ത് നോഡ്. ഇത്രയുമാണ് ഗ്രഹങ്ങളെക്കുറിച്ച് തുടക്കത്തിൽ പറയാനുള്ളത്. ഇവയുടെ പേരുകൾ നല്ല രീതിയിൽ മനസ്സിരുത്തി പഠിക്കണം. അതുപോലെ തന്നെ രാശികളുടെ പേരും നല്ല ക്രമമായിട്ട് മനസ്സിരുത്തി പഠിച്ചിരിക്കണം. ഒരു തുടക്കം എന്ന നിലയിൽ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുവാനുള്ളത്. ഇതിന് ശേഷമുള്ള പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.